ഈ പേനുണ്ടല്ലോ, പേൻ എന്ന് പറഞ്ഞാൽ ഈ തലയിൽ പോകുന്നൊരു ജീവി. ഈ സാധനം പണ്ടൊക്കെ തലയിലൊക്കെ കോമൺ ആയിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്. ആ സമയത്ത് തലയിൽ പേൻ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ വൃത്തിയില്ലെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുകയാണ് ഞാൻ. ഈ ചെക്കൻ്റെ ടീച്ചർ പറയാണ് ഇവൻ്റെ തലയിൽ എന്തോ മുട്ട പോലെ ഒരു സാധനം ഉണ്ടെന്ന്, പേൻ്റെ മുട്ട പോലെ. പേനില്ല, പേൻ്റെ മുട്ട ഉണ്ടെന്നാണ് പറയുന്നത്. നാളെ ഡോക്ടറുടെ കൺഫർമേഷൻ ഇല്ലാതെ കിൻഡർ ക്രിപ്പയിൽ പോകാൻ പറ്റില്ല എന്നൂടി പറഞ്ഞു. ഇതെന്ത് തേങ്ങയാണെന്നറിയാൻ വേണ്ടി ഞാൻ അപ്പം തന്നെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടോ. ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങിക്കാൻ അവർക്ക് റൈറ്റ് ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തായാലും എനിക്കിപ്പോൾ നാളെ പോകണമെങ്കിൽ അവരുടെ കൺഫർമേഷൻ വേണമെന്നല്ലേ പറഞ്ഞ്. ഞാൻ അധികമൊന്നും ആലോചിച്ചില്ല, ഡോക്ടറോട് അത് വേണമെന്ന് പറഞ്ഞു. ഡോക്ടർ എന്തായാലും ഫ്രീ ആയി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 10 യൂറോയും കൊടുത്ത് ഡോക്ടറുടെ സമ്മതം വാങ്ങിച്ചിട്ടുണ്ട്. ഡോക്ടർ ചെക്ക് ചെയ്തു, തലയിൽ പേനൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. അതായത് ഇൻഫെക്ഷൻ ആക്കുന്ന ഒരു ജീവിയും ഇവൻ്റെ തലയിൽ ഇല്ലയെന്നും കിൻഡർ ഗാർഡൻ വിസിറ്റ് ചെയ്യാന്നുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ എഴുതി തന്നിട്ടുള്ളത്. ഇതെന്തായാലും ഇനി അവിടെ കൊണ്ടുപോയി കൊടുക്കാം. ഈ പേന അത്ര വലിയ ഡേഞ്ചറസ് ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ ഇത് പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്നല്ലേ സ്പ്രെഡ് ആവുക. കുട്ടികൾ ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത ഇറിറ്റേഷൻ അല്ലേ അവർക്ക്. നമ്മുടെ സമയം കളഞ്ഞു എന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. എന്തെല്ലാം ആചാരങ്ങളല്ലേ.